ഹല്ലേലൂയ. സ്നേഹമില്ലാത്തതിൻ്റെ, സന്തോഷമില്ലാത്തതിൻ്റെ, പ്രത്യാശയില്ലാത്തതിൻ്റെ ഹല്ലേലൂയ കാരണം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതവന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല. അവൻ ആരായി തീരണം എന്ന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ദൈവിക ഉദ്ദേശത്തിലേക്ക് ഈ മനുഷ്യൻ എത്താത്തത് കൊണ്ട് മനുഷ്യൻ മറുതലിച്ച് തൻ്റെ സ്വയചിന്തയിലേക്കും തൻ്റെ സ്വന്തം ഇഷ്ടങ്ങളിലേക്കും തിരിയുന്നത് കൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന ദുഷ്ടനായ പിശാച്, ലോകം വാഴുന്ന പിശാച് അവനെ സ്വാധീനിച്ച് അവൻ്റെ വലയിലാക്കി കൊണ്ടു നടക്കുന്നത് കൊണ്ട് ദൈവേഷ്ടത്തിൽ നിന്നും തിരിഞ്ഞ് പിശാച് കാണിക്കുന്ന ആ സുഖങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് ഇന്ന് ലോകത്തിൽ സമാധാനമില്ല, ലോകത്തിൽ സ്നേഹമില്ല, ലോകത്തിൽ സന്തോഷമില്ല, ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു ജനത്തിനും ആമേൻ സ്തോത്രം സ്വസ്ഥത ഇല്ലാത്ത ഒരവസ്ഥ ദൈവജനങ്ങൾ ഒഴികെ മാത്രം. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളായി തീർന്ന വിശുദ്ധിയിൽ നടക്കുന്ന പൈതങ്ങൾ ഒഴികെ, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ മണവാട്ടി അംഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ കാലഘട്ടം ഭീതിയുടെ കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരു തലമുറയിലാണ്, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശം നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. ടു റെയിൻ, ഹല്ലേലൂയ, ഭരണം. ആമേൻ. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ എന്ന പാട്ട് ഹല്ലേലൂയ സ്തോത്രം ഈ സമയം ഓർക്കുന്നു. ആ പുത്തനാം യെരൂശലേമിൽ ദൈവത്തോടൊപ്പമുള്ള ഭരണം, ആമേൻ, കണ്ണുനീരില്ലാത്ത രാജ്യം, സൂര്യന്റെ പ്രകാശമോ ചന്ദ്രന്റെ വെളിച്ചമോ ഒന്നും വേണ്ടാത്ത രാജ്യം, ദൈവം ദൈവജനത്തോട് മനുഷ്യരോട് കൂടെ വാസം ചെയ്യുന്ന ആ രാജ്യം. ഹല്ലേലൂയ സ്തോത്രം. ആ രാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരായ നാം നമ്മുടെ ഈ ലോക ജീവിതം എത്ര ശ്രദ്ധയോടെ ഭയത്തോടെ കഴിക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് ക്രമീകരിച്ച് നമ്മളുടെ ഇടപാടുകളൊക്കെ ഒന്ന് സൂക്ഷിച്ച് പരിശോധിച്ച് നമ്മുടെ താല്പര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ച് നമ്മളെ തന്നെ ഹല്ലേലൂയ ക്രമീകരിക്കേണ്ട കാലഘട്ടമാണിത്. ഇനി അല്പസമയമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ഹല്ലേലൂയ. ലോകം ഇനിയും വല്ലാത്ത ഭീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇതിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇനിയും ഹല്ലേലൂയ അതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ കാഠിന്യം, ഭീകരതയുടെ കാഠിന്യം വർദ്ധിച്ചു വരാൻ പോകുന്ന കാലഘട്ടം. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ദൈവമക്കള് ഹല്ലേലൂയ സുബോധത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് പിശാച് നിങ്ങളെ തകർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ സുബോധത്തോടെ നമ്മളുടെ
ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭൂമിയിൽ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നങ്ങനെ ലക്ഷ്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അനേകം വിശ്വാസികൾ പോലും തളർന്നു പോകുന്നത്. ബലമില്ലാത്തത് കൊണ്ട്. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് ഞാൻ എത്തിച്ചേരാൻ പോകുന്നത്, അവിടുത്തെ പ്രത്യേകതകൾ എന്താണ്, ആരോടൊപ്പമാണ് ഞാൻ വസിക്കുന്നത്, എൻ്റെ ഭരണം, ദൈവം ഭരിക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നു, ദൈവത്തോടൊപ്പം, ഹല്ലേലൂയ, ക്രിസ്തുവിനോടൊപ്പം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആ രാജാക്കന്മാരുടെ വിളിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ക്ഷണം. ജയിക്കുന്നവൻ, ഹല്ലേലൂയ, എന്നോടൊപ്പം സിംഹാസനങ്ങളെ ഇരുന്നുകൊണ്ട് വാഴും. ഹല്ലേലൂയ, ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പോരാട്ടമുണ്ട്. അത് മനുഷ്യരോട് അല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ദുഷ്ട ആത്മസേനകളോട്. ഹല്ലേലൂയ, സ്തോത്രം. അവരോട് പോരാടി ജയിച്ചുകൊണ്ട് ക്രിസ്തു ജയിച്ചതുപോലെ തന്നെ നമ്മളും ജയിച്ചു മുന്നേറേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.